കാണുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് എത്തിയതിനു ശേഷം അനീഷിലേക്ക് തിരികെ എത്താം. പോരാട്ടവും വർഗീയ വിരുദ്ധ പോരാട്ടവും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാരത് ജോഡോ എന്നാണ് പറയുന്നത്, ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ ക്യാമ്പയിനാണ്, ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ. അത് ദേശീയ തലത്തിലും കേരളത്തിലും ഞങ്ങളത് നടത്തുക തന്നെ ചെയ്യും. ആരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും, അതിനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലോക്കലായിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയണം. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയണം. തൃശ്ശൂര് ബി.ജെ.പി. പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. അവിടെ ഒരു ചാനലും ഉണ്ടാക്കില്ല എന്നാണോ മോദിയുടെ അറിവ്? ഞാൻ പറഞ്ഞല്ലോ, അവിടെ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി പോയ എല്ലായിടത്തും ബി.ജെ.പി. ജയിക്കണ്ടേ? പ്രധാനമന്ത്രി 540 സീറ്റും പോയാൽ പിന്നെ വേറെ പാർലമെന്റിൽ ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാ ദിവസവും ടാർഗറ്റ് ഇട്ടിട്ട് എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും അല്ല, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അവർ എം.പിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. അതിലൊന്നും കുറ്റപ്പെടുത്തില്ല. അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യാൻ വരുന്നതിനെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ അതുകൊണ്ട് ബി.ജെ.പി. ജയിക്കാം എന്ന് കരുതണ്ട. ബി.ജെ.പി. കേരളത്തിൽ ജയിക്കില്ല. കേരളത്തിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കില്ല, ഒരു പാർട്ടി ജയിക്കില്ല എന്നൊന്നും വേറൊരു രാഷ്ട്രീയ നേതാവ് പാർട്ടിക്കാരും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ് അത്. വർഗീയതയ്ക്കെതിരായി ചിന്തിക്കുന്ന മനസ്സാണ്, മതേതര മനസ്സാണ് കേരളത്തിലെ ജനത. ബി.ജെ.പി. എന്തു വന്ന് ഇവിടെ പറഞ്ഞാലും അവരെന്താണ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്ന് ക്രൈസ്തവരുടെ ഭവനങ്ങളിൽ പോയി കേക്ക് എടുക്കുക, അവിടെ ക്രിസ്ത്യൻ പള്ളികൾ കത്തിക്കുക, ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ തടസ്സപ്പെടുത്തുക, പാസ്റ്ററിനെയും പ്രീസ്റ്റിനെയൊക്കെ പിടിച്ച് അകത്തിടുക, മതപരിവർത്തന വിരുദ്ധ നിയമം കൊണ്ടുവന്നിട്ട് ആളുകളെ ജാമ്യമില്ലാത്ത കേസെടുത്ത് ചെയ്യുക, മതസ്ഥാപനങ്ങൾ കത്തിച്ചു കൊടുക്കുക, അവിടെ നോക്കി നിൽക്കുക പോയി കേന്ദ്രഭരണം. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇല്ലേ കേരളത്തിൽ? 250-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് കത്തിച്ചു കളഞ്ഞത് മണിപ്പൂരിൽ. മതസ്ഥാപനങ്ങൾ തകർത്ത് തെരിപ്പണാക്കി കളഞ്ഞു. ആ ആളുകൾ ആട്ടിൻ തോലിട്ട ചെന്നായിയായിട്ട് ക്രിസ്തീയ ഭവനങ്ങളിൽ പോയി കേക്ക് കൊടുത്താൽ അതും മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? വേറെ സ്ഥലമൊന്നുമല്ല, കേരളമല്ലേ. എൻ്റെ ആത്മവിശ്വാസം അതാണ്. ഡൽഹിയിലെ സമരത്തിന് ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചു സംസ്ഥാനം, കേന്ദ്ര സമരം. എന്താ UDF പങ്കെടുക്കുന്ന? അല്ല, അവര് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാ പാർട്ടികളും ആലോചിക്കും. അടുത്ത ദിവസം തന്നെ UDF യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം പറയും. കാരണം UDF-നെയാണ് ക്ഷണിച്ചത്, മനസ്സിലായില്ല. UDF-നെ ക്ഷണിക്കുമ്പോൾ UDF ആലോചിച്ചിട്ട് പറയണം. ജനാധിപത്യപരമായ നടപടിക്രമങ്ങളില്ലത്. ഞാൻ ഒഫൻഡായിട്ട് ഒരു അഭിപ്രായം പറയാൻ പാടില്ല. അപ്പോൾ ആലോചന വെച്ചിരിക്കുക. ആലോചിക്കാൻ പോണ കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞ പിന്നെ ആ കമ്മിറ്റിയുടെ പ്രസക്തി എന്താ? സ്ഥാനാർത്ഥിയൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് ചുവരെഴുത്ത് തുടങ്ങി തൃശ്ശൂരിലെ എന്താണ് അത് ആവേശ കമ്മിറ്റിക്കാരങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രതാപൻ തന്നെ പോയി അത് മായ്പിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചിട്ടില്ല കേരളത്തിൽ. സ്ഥാനാർത്ഥിയൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ട്. ഇപ്പോൾ PEC രൂപീകരിച്ചിട്ടുണ്ട്. ആ PECയുടെ കമ്മിറ്റി ഉടനെ കൂടും. അവർ ചില തീരുമാനം എടുക്കും. അത് സെൻട്രൽ സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് പോകും. ആ പ്രൊസീജിയറൊക്കെ ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിൻ്റെ നമുക്ക് നിർദ്ദേശിക്കാനും പറയാനും ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മുടെ പാർട്ടിയിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കും. അല്ലല്ല, അതൊക്കെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലേ. അതൊക്കെ ആവേശ കമ്മിറ്റി അല്ല, അതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. സ്പിരിറ്റ് അല്ലേ. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആളുകൾ കടന്നു കഴിയുമ്പോൾ പ്രവർത്തകരുടെ ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലൊരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തി ചോരയിൽ മുക്കി കൊന്ന് എന്നിട്ട് അതിൽ ആഹ്ലാദിച്ച് അതിൽ സന്തോഷിച്ച് മുഖ്യമന്ത്രി പോവുകയാണ്. ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പോലീസിനെ കയറൂരി വിട്ട്, ക്രിമിനലുകളെ കയറൂരി വിട്ട്, രാഷ്ട്രീയ എതിരാളികളുടെ ചോര വീഴ്ത്തിയ ഒരു സർക്കാരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി രക്തദാഹിയായ മുഖ്യമന്ത്രിയാണ്. കുഞ്ഞുങ്ങളുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന മനസ്സുള്ള സാഡിസ്റ്റാണ്. പോലീസിനെ ഈ ഭരണം എന്നും ഉണ്ടാവും എന്നാണ്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏകാധിപതികളായ ഭരണാധികാരിയെ ആരാധിക്കുകയും അവരെ ആദരിക്കുകയും അവരെ മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഭരണാധികാരി. ഇദ്ദേഹത്തിന് അതിശക്തമായ തിരിച്ചടി കിട്ടും, ഒരു സംശയ കാര്യത്തിലില്ല. അതിശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUവും കേരളത്തിലെ മഹിളാ കോൺഗ്രസും എല്ലാം വളരെ ശക്തിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. വലിയ ഒരു പ്രക്ഷോഭണത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവരുടെ ഈ അടിച്ചമർത്തൽ കൊണ്ടൊന്നും ഇതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ യോജിച്ച സമരത്തിൽ അല്ല, അതെല്ലാം ആലോചിക്കും. താങ്കൾ പറഞ്ഞ പോയിന്റൊക്കെ ഞങ്ങൾ ആലോചിക്കും. അതൊക്കെ ചർച്ചയ്ക്ക് വയ്ക്കും.
ബിജെപിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്നാണ് ടി എം പ്രതാപൻ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. വരട്ടെ, ഞങ്ങൾ അതിനെക്കുറിച്ച് അതൊക്കെ അവിടുത്തെ ഒരു ലോക്കൽ സാഹചര്യത്തിൽ പറയുന്ന, ഞങ്ങളത് പറയാറൊന്നും ആയിട്ടില്ല. വരട്ടെ, പറയാം കേട്ടോ.